നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. തിരൂർ താലൂക്ക് NSS യൂണിയൻ ജ്ഞാനോദയം ക്യാമ്പ് ആരംഭിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തിരൂർ മേഖലാ കമ്മിറ്റി രവീന്ദ്രൻ ഓർമ്മ അനുസ്മരണ യോഗം നടത്തി. ശാന്തിഗിരി ആശ്രമം തെയ്യാല ബ്രാഞ്ചിന്റെ 6ാമത് ഉദ്ഘാടനം സ്വാമി ചിത്തശുദ്ധൻ ജ്ഞാനതപസ്വി നിർവഹിച്ചു. തെങ്ങിൽ നിന്ന് വീണ് ഗുരുതര പരിക്കുപറ്റി ചികിത്സയിലായിരുന്ന കമ്പനിപ്പടി സ്വദേശി മരണപ്പെട്ടു. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന കൗൺസിലിന് തുടക്കമായി. തണൽമരം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി സംഗമം തിരൂർ തലക്കടത്തൂരിൽ നടന്നു. വിശദമായ വാർത്തകൾ. തിരൂർ താലൂക്ക് NSS യൂണിയൻ സംഘടിപ്പിക്കുന്ന ദ്വിദിന ജ്ഞാനോദയം ക്യാമ്പ് തിരൂർ NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ തുടങ്ങി. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് B. വേണുഗോപാലൻ നായരുടെ അധ്യക്ഷതയിൽ നായർ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ബോർഡ് അഡ്വക്കേറ്റ് P. ഋഷികേഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വീടുകൾക്ക് കഴിയുന്നില്ല. അത് അടുക്കും ചിട്ടയുമുള്ള ജീവിതമാകാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന കുടുംബം എന്ന് പറയുന്ന വാക്ക് നിലനിർത്തുവാനും കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബമായി ജീവിക്കുവാനും വേണ്ടി തിരൂർ താലൂക്ക് NSS യൂണിയൻ ജ്ഞാനോദയം ക്യാമ്പ് ആരംഭിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് P. വാണികാന്തൻ മാസ്റ്റർ ക്യാമ്പ് സന്ദേശം നൽകി. വനിതാ യൂണിയൻ പ്രസിഡന്റ് CS വിമലകുമാരി, യൂണിയൻ സെക്രട്ടറി S. മഹേഷ് കുമാർ, വനിതാ യൂണിയൻ സെക്രട്ടറി ജ്യോതി വേണുഗോപാൽ എന്നിവർ പ്രസംഗിച്ചു. യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ PV മനോമോഹനൻ, K. മോഹൻദാസ്, VS ശങ്കരൻ നായർ, P. വിജയകുമാർ, S. ജയറാം, N. ശങ്കരൻകുട്ടി നായർ, KPC ഉണ്ണി എന്നിവർ ക്യാമ്പ് നടപടികൾക്ക് നേതൃത്വം നൽകി. ജില്ലയിലെ വിവിധ കരയോഗങ്ങളിൽ നിന്നായി 150-ൽ പരം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. പ്രൊഫസർ T. ഗീത, ഡോക്ടർ S. രമേഷ് കുമാർ, ഡോക്ടർ മീന മേനോൻ, അഖിലേഷ് നന്ദകുമാർ, TV ശ്രീകല ഗുരുക്കൾ എന്നിവർ ക്ലാസുകൾ നയിച്ചു. ന്യൂസ് തിരൂർ. താനൂരിലെ പ്രമുഖ ഫോട്ടോഗ്രാഫറും ഓർമ്മ സ്റ്റുഡിയോ ഉടമയുമായ ഓർമ്മ രവീന്ദ്രന്റെ നിര്യാണത്തിൽ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തിരൂർ മേഖലാ കമ്മിറ്റി രവീന്ദ്രൻ ഓർമ്മ അനുസ്മരണ യോഗം നടത്തി. മൗന പ്രാർത്ഥനയോടെ തുടങ്ങിയ ചടങ്ങ് മേഖലാ പ്രസിഡന്റ് നിസാർ കാവലക്കാടിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പ്രസിഡന്റ് മാധവൻ സംഗീത് അനുസ്മരണ പ്രഭാഷണം നടത്തി. വാക്കുകൾ കൊണ്ട് പറഞ്ഞ് നികത്താൻ പറ്റുന്ന ഒരു നഷ്ടമല്ല. കാരണം ഒരു സൈലന്റ് പോരാളിയാണ്. എല്ലാ കാര്യങ്ങളും ഗ്രൂപ്പിലൂടെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഒരു നിർദ്ദേശങ്ങളോ ഒരു വിമർശനങ്ങളോ ഇന്ന് വരെ പറയാത്ത ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു ആത്മാർത്ഥതയുള്ള ഒരു സംഘടനാ പ്രവർത്തകനും ഒരു നേതാവ് കൂടിയായിരുന്നു നമ്മുടെ രവിയുടെ. എന്തെങ്കിലും മേഖല പ്രസിഡന്റിലേക്ക് പറ്റുന്ന എന്തെങ്കിലും വിഷയങ്ങൾ നാളെ അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് സജിത്ത് ഷൺമുഖ്യ പ്രഭാഷണം നടത്തി. സംഘടനയുടെ സംസ്ഥാന PRO മസൂദ് മംഗലം, വ്യാപാരി വ്യവസായി ഏകോപന സമിതി താനൂർ യൂണിറ്റ് സെക്രട്ടറി MC റഹീം, വ്യാപാരി വ്യവസായി യൂണിറ്റ് ട്രഷറർ P. ഷൺമുഖൻ, ജില്ലാ കമ്മിറ്റി അംഗം റിയാസ് ബാബു, ജില്ലാ കമ്മിറ്റി അംഗം അൻവർ ഷൈൻ, മേഖലാ വൈസ് പ്രസിഡന്റ് രാജൻ പറവണ്ണ, മേഖലാ ജോയിന്റ് സെക്രട്ടറി പ്രമോദ് പരപ്പനങ്ങാടി,
AKP മുൻ ജില്ലാ പ്രസിഡന്റ് സുകുമാരൻ പച്ചാട്രി, ചന്ദ്രൻ വെള്ളച്ചാൽ, പ്രമോദ് പരപ്പനങ്ങാടി, ശ്രീധരൻ ആനങ്ങാടി, കുമാർ ഡ്രൈവിംഗ് സ്കൂൾ ഉടമ കുമാരൻ എന്നിവർ സംസാരിച്ചു. നബിൽ പരപ്പനങ്ങാടി സ്വാഗതവും സുധീർ കാവിലക്കാട് നന്ദിയും പറഞ്ഞു. ഇതൊക്കെ നമ്മുടെ സംഘടനാപരമായിട്ടാണ് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്നത്. ഈ ഇരിക്കുന്ന ആളുകളൊക്കെ തന്നെ നമുക്കുള്ള ബന്ധം എന്ന് വെച്ചാൽ സംഘടനയാണ്. 88 കാലഘട്ടത്തിൽ അദ്ദേഹം സ്റ്റുഡിയോ തുടങ്ങി. അതിന് മുമ്പ് തന്നെ വയലത്തൂർ എൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അതിന് നേരിട്ട് നോക്കിയാൽ കാണുന്ന ഒരു സ്റ്റുഡിയോ സൗന്ദര്യ ഗോപാലകൃഷ്ണൻ സൗന്ദര്യ സ്റ്റുഡിയോ, അതിൽ വർക്കറായിട്ടാണ് ആദ്യം വരുന്നത്. അന്നൊക്കെ നല്ല ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ. ആ രൂപമൊക്കെ ഇപ്പോഴും മനസ്സിൽ വരികയാണ്. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഈ സംഘടനാപരമായിട്ടുള്ള അന്ന് മേഖലാ കമ്മിറ്റി എന്നുള്ള യൂണിറ്റ് കമ്മിറ്റികളില്ല, മേഖലാ കമ്മിറ്റി, തിരൂർ മേഖലാ കമ്മിറ്റിയാണ്. ആ തിരൂർ മേഖലാ കമ്മിറ്റിയിൽ നമ്മൾ അന്നത്തെ ഒരു മാസത്തിൽ ഒരിക്കലും ഒരു സ്കൂൾ വർക്ക് ഉണ്ടാവും. ശാന്തിഗിരി ആശ്രമം പ്രദാനം ചെയ്യുന്നത് ഗുരുവിന്റെ സ്നേഹമാണെന്ന് ശാന്തിഗിരി ആശ്രമം കോട്ടയം ഏരിയ സിറ്റി ഹെഡ് സ്വാമി ചിത്തശുദ്ധൻ ജ്ഞാനതപസ്വി. ശാന്തിഗിരി ആശ്രമം തെയ്യാല ബ്രാഞ്ചിന്റെ 6ാമത് പ്രതിഷ്ഠാ വാർഷികത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർവസ്വമായ ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവിൻ്റെ എല്ലാമായ സ്വാമിയെ സംബന്ധിച്ച് വിശദമായി പറയപ്പെടും. അത് മാത്രമല്ല, കഴിഞ്ഞ വർഷം സ്വാമി ഞാൻ വളരെ സന്തോഷത്തോടെ ഒരു കാര്യം കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. സ്വാമി വിസർജന മന്ദിരത്തിലെ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞു പോകുമ്പോൾ വാഴ യൂണിറ്റ് ഇതുപോലെ അടുക്കളയിൽ വളരെ കാര്യമായി കഴിയുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യാൻ കൂടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാമി വാഴ യൂണിറ്റിൽ വരികയും ശാന്തിഗിരി ആശ്രമം തെയ്യാല ബ്രാഞ്ച് ഇൻചാർജ് സ്വാമി ജനപുഷ്പൻ ജ്ഞാനതപസ്വി മുഖ്യപ്രഭാഷണം നടത്തി. മലപ്പുറം ഏരിയ മാനേജർ PM ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. പുഷ്പസമർപ്പണം, തട്ടം സമർപ്പണം, അന്നദാനം, ദീപപ്രദക്ഷിണം, കലാപരിപാടികൾ എന്നിവ ഉണ്ടായിരുന്നു. K നൌഷാദ് ഉസ്താദ്, VA മോഹനൻ, N പുരുഷോത്തമൻ, അഡ്വക്കേറ്റ് P സദാനന്ദൻ, PM ചന്ദ്രൻ, PV സതീശൻ, K ലീന, TT ലളിത, സുരേഷ് ബാബു K, സുരേഷ് കുമാർ K, ഷൈജു V, PP രാജു, M ശ്രീധരൻ, K രവീന്ദ്രൻ, P നാരായണൻ, PP പ്രജീഷ്, M ശ്രീലേഷ്, സുദർശൻ മോഹനൻ, M അനുശ്രീ, M ഗുരുദത്തൻ എന്നിവർ സംസാരിച്ചു. ഒരു പ്രാർത്ഥിക്കാൻ ഒരു ഇടമില്ലാതെ എത്രയോ വിഷമിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ പല വളാഞ്ചേരി ആണെങ്കിലും അതുപോലെ പിന്നെ പൊന്നാനി, വാഴയൂർ ഇക്ക എത്ര ആളുകൾ കഷ്ടപ്പെട്ട്, നമ്മളെ മുന്നിലുള്ള കുറേ ആളുകൾ, സദാനത്തട്ടനെ പോലുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ട് വായൂരൊക്കെ വന്ന് ഈ മീറ്റിങ്ങിലും കാര്യത്തിലും പങ്കെടുക്കണ ഒരു കാര്യം ആലോചിച്ചാൽ മോഹനേട്ടൻ, സദാനന്ദേട്ടൻ, ഉത്തമേട്ടൻ, പിന്നെ അതുപോലെ പുണ്യേട്ടൻ, ഒരുപാട് ആളുകൾ, എനിക്ക് എല്ലാവരും അറിയില്ല. അന്ന് ഞാൻ കുറച്ച് കാലത്ത് ഞാൻ 2000-ലാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ മുന്നേ തന്നെ ഒരു എന്താ പറയുക, അത്രയും ഒരു രീതിയിലുള്ളൊരു പ്രവർത്തനമായിരുന്നു. ആ സമയത്ത് ഒരു ആശ്രമം ഉണ്ടാവുക, നമുക്കൊരു പ്രാർത്ഥിക്കാൻ ഒരു ഇടം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു വളരെ എന്താ പറയുക, ഒരു വിഷമം പിടിച്ചൊരു സമയമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് നമ്മളെ പത്മനാഭതി അമ്മയും നമ്മുടെ പത്മനാഭേട്ടനും ആ ഒരു 10 സെൻറ്റ് സ്ഥലം ആശ്രമത്തിനോട് സമർപ്പിക്കുന്നത്. ആ സമർപ്പിച്ച സമയത്ത് നമ്മൾ ഒരു പ്രാവശ്യം ആശ്രമത്തിൽ ചെന്നപ്പോൾ നമ്മളോട് പറഞ്ഞ് അതിലൊരു വേലി കെട്ടണം എന്ന് പറഞ്ഞു. ആ വേലി കെട്ടി. അങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങൾ ചെന്നപ്പോൾ ഞാനും വേറൊരാൾ കൂടി, രാജുവാണെന്ന് എനിക്ക് സംശയം. തെങ്ങിൽ നിന്ന് വീണ് ഗുരുതര പരിക്ക് പറ്റി ചികിത്സയിലായിരുന്ന കേരളാധീശ്വരപുരം കമ്പനിപ്പടി സ്വദേശി തിരുത്തിയിൽ ബഷീർ മരണപ്പെട്ടു. ഫെബ്രുവരി 18-നാണ് അപകടം പറ്റിയത്. ഫെബ്രുവരി 18-ന് ജോലി സ്ഥലത്ത് നിന്നുണ്ടായ അപകടത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ചികിത്സയിൽ തുടരവെ കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണപ്പെട്ടത്. ഭാര്യ റംല, മക്കൾ ജംഷീർ, മുഹമ്മദ് ജാസിർ, ഫൈസി, മുഹമ്മദ് സാഹിർ, മരുമക്കൾ ഫാത്തിമ, സുഹറ. വെട്ടന്യൂസ് താനൂർ. നവീനമായ പദ്ധതികളിലൂടെ പുതിയ കാലത്തേക്ക് ഊർജം സംഭരിക്കാൻ കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന കൗൺസിലിന് തിരൂർ കൂട്ടായിൽ തുടക്കമായി. യൂണിറ്റ് മുതൽ ജില്ലാതലം വരെ വാർഷിക കൗൺസിൽ പൂർത്തീകരിച്ച ശേഷമാണ് ഓൾ കേരള മുസ്ലിം ജമാഅത്ത് വാർഷിക കൗൺസിൽ 2 ദിവസങ്ങളിലായി മലപ്പുറം ജില്ലയിലെ തിരൂർ കൂട്ടായി
സീസോൺ റിസോർട്ടിൽ വെച്ച് നടക്കുന്നത്. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت. സീസോൺ റിസോർട്ട് പരിസരത്ത് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ഉപാധ്യക്ഷൻ കട്ടിപ്പാറ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ പതാക ഉയർത്തിയതോടെയാണ് 2 ദിവസമായി നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് നടന്ന ചർച്ചകൾക്കും പരിപാടികൾക്കും സംസ്ഥാന നേതാക്കൾ നേതൃത്വം നൽകി. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, VPM ഫൈസി വല്യപ്പള്ളി, പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, C മുഹമ്മദ് ഫൈസി, N അലി അബ്ദുള്ള, മജീദ് കക്കാട് തുടങ്ങിയ പ്രമുഖ നേതാക്കൾ വിവിധ സെക്ഷനുകൾക്ക് നേതൃത്വം നൽകും. വെട്ട ന്യൂസ് കൂട്ടായി. തണൽമരം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി സംഗമം തിരൂർ തലക്കടത്തൂരിൽ നടന്നു. MLA കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിച്ചു. 4000 പേർ പങ്കെടുക്കുന്നതിൽ 900 രജിസ്ട്രേഷൻ നടന്നു. 150ഓളം വിവാഹങ്ങൾക്കുള്ള തുടക്കം കുറിച്ചു. മുസ്തഫ താനൂർ സ്വാഗതം പറഞ്ഞു. ട്രസ്റ്റ് ചെയർമാൻ ആലി ഹാജി അധ്യക്ഷത വഹിച്ചു. തിരൂർ കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ലക്ഷദ്വീപ് ഉമറുൽ ഫാറൂഖ്, ഹുസൈൻ കാടാമ്പുഴ, ബഷീർ മമ്പുറം, അബ്ദുൽ ബാരി ഇർഷാദ്, റസാഖ് താനൂർ, അബൂബക്കർ നിറമരുത്തൂർ, അഷ്റഫ് പുതിയങ്ങാടി, സുഹ്റ തിരൂർ, സൈഫുനിസ കോഴിക്കോട്, പ്രസന്ന ഗോപാൽ കൊല്ലം തുടങ്ങിയവർ സംസാരിച്ചു. വെട്ട ന്യൂസ് തിരൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.